മാധ്യമപ്രവർത്തകനായ കെ.എം. ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നടപടികൾ മാറ്റിവെച്ചു എന്നുള്ള റിപ്പോർട്ടാണ് അല്പസമയം മുൻപ് പുറത്തു വന്നത്. തീർച്ചയായിട്ടും ഇതിൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കും എന്നുള്ള ഒരു തീരുമാനമൊക്കെ സർക്കാർ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് സന്തോഷ് എന്ന അഭിഭാഷകനെ നിയമിക്കും എന്നുള്ള വാർത്തയാണ് വന്നത്. ഇദ്ദേഹത്തെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയെങ്കിലും ഇത് കോടതിയിൽ എത്താത്തതുകൊണ്ട് ഹൈക്കോടതി ഈ വിചാരണ നടപടികൾ മാറ്റിവെക്കുകയായിരുന്നു. ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടായത്. ഈ കേസ് പല രീതിയിൽ പലതരത്തിൽ അട്ടിമറിക്കാൻ ശ്രമമുണ്ടായിരുന്നു എന്ന പരാതി ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെയുണ്ട്. ഇപ്പോൾ ഗവൺമെന്റ് സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീറാം വെങ്കിട്ടരാമൻ ഓടിച്ചിരുന്ന കാർ ഇടിച്ചാണ് കെ.എം. ബഷീർ കൊല്ലപ്പെട്ടത് എന്നാണ് കേസ്. വെറുതെ വഴിയിൽ നോക്കി നിൽക്കുകയായിരുന്ന ബഷീറിനെ അമിത വേഗത്തിൽ എത്തിയ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ശ്രീറാം വെങ്കിട്ടരാമനൊപ്പം മറ്റൊരു സ്ത്രീയും ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകളും ഒരുപാട് വിവാദങ്ങളും ചർച്ചകളും ഒക്കെ തന്നെ ഉണ്ടായി. അന്നു മുതൽ തന്നെ ഈ വിഷയത്തിൽ വലിയ ഇടപെടലുകൾ സർക്കാർ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നടന്നു എന്നുള്ള ആരോപണമാണ് ഉയരുന്നത് അന്നും ഇന്നും ഒക്കെ തന്നെ. മാത്രമല്ല ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന ശ്രീറാം വെങ്കിട്ടരാമൻ ഉപയോഗിച്ചിരുന്ന രക്തം പുരണ്ട വസ്ത്രങ്ങൾ ക്വാർട്ടേഴ്സിലേക്ക് മാറ്റിയതായുള്ള ഒരു മൊഴി പുറത്തു വന്നതായി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കേട്ടിരുന്നു. അതുപോലെ ഇദ്ദേഹത്തെ ഒരുപാട് സമയം വൈകിയാണ് ഈ മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള രക്തപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അതുമാത്രമല്ല ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോയത് എന്നുള്ള ദുരൂഹമായ ചില സംഭവ വികാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. എന്തൊക്കെയാലും വിചാരണ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കെ.എം. ബഷീർ എന്ന പാവം മാധ്യമ പ്രവർത്തകന്, ജീവൻ നഷ്ടപ്പെട്ട ആ വ്യക്തിക്ക്, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നീതി ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തന്നെ ഇരിക്കുന്നത്. പക്ഷേ ഈ കേസ് അട്ടിമറിക്കപ്പെടുമോ എന്ന സംശയം പൊതുവിൽ ഇപ്പോൾ തന്നെ ഉയരുന്നു. അന്നും ഉയർന്നിരുന്നു. ഇപ്പോൾ അത് ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കൂടുതൽ ശക്തമായി ബോധ്യപ്പെടുന്നു. ഈ കേസ് ഇന്ന് പരിഗണിച്ചപ്പോഴാണ് ഹൈക്കോടതി ഈ ഒരു നിർദ്ദേശം നൽകിയത്. വിചാരണ നടപടികൾ നിർത്തിവെക്കുന്നതിനായിട്ട് അഡ്വക്കേറ്റ് സന്തോഷിനെ നിയമിക്കാനാണ് ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് എന്നറിയുന്നു. എന്നാൽ നിയമന ഉത്തരവ് കോടതിയിൽ എത്താത്തതിനെ തുടർന്നാണ് വിചാരണ നിർത്തിവെക്കാൻ ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത്. 2019 ഓഗസ്റ്റ് 3 പുലർച്ചെ തിരുവനന്തപുരത്തെ മ്യൂസിയത്തിന് സമീപം വെച്ചാണ് ശ്രീറാം വെങ്കിട്ടരാമൻ ഓടിച്ച കാറിടിച്ച് മാധ്യമപ്രവർത്തകൻ കെ.എം. ബഷീർ മരിച്ചത് എന്നാണ് കേസ്. തിരുവനന്തപുരം സ്വദേശിയായ ഒരു സ്ത്രീയുടെ പേരിലുള്ളതായിരുന്നു കെ.എം. ബഷീറിനെ ഇടിച്ച വാഹനം ഓടിച്ചത് അവരാണ് എന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രീറാം വെങ്കിട്ടരാമൻ പിന്നീട് ശ്രമിച്ചത്. എന്നാൽ ദൃക്സാക്ഷികളും മാധ്യമപ്രവർത്തകരും ഇടപെട്ടതോടെ ശ്രീറാമിന്റെയും പോലീസിന്റെയും നീക്കം പൊളിയുകയായിരുന്നു. കേസിലെ ഏകപ്രതിയായ ശ്രീറാം വെങ്കിട്ടരാമനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അപകടകരമായും മദ്യപിച്ചും വാഹനമോടിക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ ഗുരുതര വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ഈ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്ന് പരാതിക്കാരായ മാധ്യമപ്രവർത്തകരും കെ.എം. ബഷീറിൻ്റെ ബന്ധുക്കളും തുടക്കത്തിലെ ആരോപിച്ചിരുന്നു. കെ.എം. ബഷീറിൻ്റെ ഒരു ബന്ധു ഈ അടുത്ത ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ട നടപടികളൊക്കെ തന്നെ പല രീതിയിൽ അണിയറയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള പരാതിയും ഉന്നയിച്ചിരുന്നു. എന്തായാലും ഒരു മാധ്യമപ്രവർത്തകന്, ഒരു യുവ മാധ്യമപ്രവർത്തകന് അദ്ദേഹത്തിൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അദ്ദേഹം നല്ല ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു. നമുക്കൊക്കെ പരിചയമുള്ള ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു ബഷീർ. കാര്യം എന്തൊക്കെയായാലും മാധ്യമ പ്രവർത്തകനെ ഇടിച്ചുകൊന്ന കേസായതുകൊണ്ട് മാത്രമാണ് ഇത് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടതും. ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഇതിൻ്റെ മറുഭാഗത്ത് കുറ്റാരോപിതനായി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്, കെ.എം. ബഷീറിന് നീതി ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് സാധാരണഗതിയിൽ നമുക്ക് പറയാം. പക്ഷേ കൃത്യമായ അന്വേഷണം നടത്തി തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ ഒക്കെ തന്നെ നടത്തി അത് കൃത്യമായി അന്വേഷിച്ച് അത് വിചാരണ നടത്തി ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഇദ്ദേഹം പ്രതിയാണെങ്കിൽ വാഹനമിടിച്ച ഉള്ള മരണമാണ് സംഭവിച്ചത്. പക്ഷേ അത് മനഃപൂർവ്വമാണെങ്കിൽ അല്ലെങ്കിൽ മദ്യലഹരിയിലാണെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ട ശിക്ഷ നടപടികൾ നീതിപീഠത്തിൻ്റെ ഭാഗത്തു നിന്ന് വാങ്ങിക്കൊടുക്കാൻ പ്രോസിക്യൂഷൻ ശ്രമിക്കണം. ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വേണ്ട രീതിയിൽ കേസ് മനസ്സിലാക്കി പഠിച്ച് വേണ്ട രീതിയിൽ വാദിച്ച് കെ.എം. ബഷീറിന് അർഹിക്കുന്ന നീതി വാങ്ങിക്കൊടുക്കുവാനായിട്ട് തയ്യാറാകണം എന്നാണ് മാധ്യമ സമൂഹത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് നമുക്കും പറയാനുള്ളത്.